मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ഈ കള്ളനായ കുരങ്ങനെ പിടിക്കൂ. കങ്കാരു എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണവൻ. എന്നെ പറ്റിക്കാൻ പറ്റില്ല. നിന്റെ വേല നിന്റെ കയ്യിലിരിക്കട്ടെ. മോഷണം എന്നത് എന്റെ ഒരു വിനോദമാണ്. നീ എത്ര തന്നെ ശ്രമിച്ചാലും എന്നെ നിന്നെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാവരും മാറിക്കോ. അക്കുത്തിക്കുത്താനവരമ്പത്ത് കല്ലേ കുത്ത് കരിങ്കുത്ത്. ഓഹ്, എന്നെ കൊണ്ട് വയ്യ. നല്ല നാരങ്ങയിൽ ഉണ്ടാക്കാം അച്ചാറ്. 98, 99, 100. അവധി ദിവസം കുട്ടികൾ എല്ലാവരും പോയി കളിച്ചോ. ഇപ്പോൾ എല്ലാവരും പോയി ഒളിച്ചോ. ഇനി മനസമാധാനത്തോടെ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കട്ടെ. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്റെ മുമ്പിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പോ കള്ളന്മാരെ പിടിക്കും ഇന്റർപോൾ. ഞാൻ 5 പേരെയും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്റർനെറ്റിൽ പോലും ഇത്രയും വലിയ ചീറ്റിംഗ് ഇല്ല. അതിനേക്കാളും വലിയ ചീറ്റിംഗ് ആണ് ഖന്ന സാർ ചെയ്തിരിക്കുന്നത്. സംശയമുണ്ടോ? ഖന്ന സാറേ, അങ്ങേക്കെന്താ നാണമില്ലേ? ഞങ്ങളെക്കാളും അങ്ങ് മൂത്തതാ, എന്നിട്ട് പോലും ചീറ്റിംഗ് ചെയ്യാണോ? കുട്ടികളെ, ഞാൻ തമാശ കാണിച്ചതാ. നിങ്ങൾ വരൂ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. എന്റെ അടുത്ത ഊഴം. ഞാനാണ് ഏറ്റവും വലിയവൻ. എന്റെ പേരാണ് പാഞ്ചിറാവു. എന്നോട് കളിക്കുന്നവര് ഞാൻ കൊടുക്കും 8ന്റെ പണി. എന്നോട് കളിക്കാൻ നോക്കണ്ട. നിങ്ങളെങ്ങാനും എനിക്ക് പണി തരാൻ നോക്കിയാൽ തീരും നിങ്ങളുടെ പണി. എങ്ങനെയുണ്ട്? 5 - 3 = 2. Who are you? നിന്റെ പൂർവികനാണ് പൂർവികൻ. ഏത് പൂരിയാ? ചോളാപൂരിയാണോ അതോ ബേൽപൂരിയാണോ? മറമണ്ടനായ മഞ്ഞ പൂച്ചേ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങളെ പോലെ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അങ്ങനെ നോക്കുമ്പോ നിന്റെ മുത്തച്ഛന്റെ 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 മുത്തച്ഛൻ ഞാൻ തന്നെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഫോട്ടോ. ഫോട്ടോ കണ്ടപ്പോ വിശ്വാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയണം. ഇവന്റെ പൂർവികൻ ആരാണ്? പിന്നെതാ ഇവന്റെ പൂർവികനും. സംശയമുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളെപ്പോഴാ സിറ്റിയിലേക്ക് വന്നത്? അതൊരു വലിയ കഥയാ മോനെ. ഇപ്പോഴാ ഒരു 5 മിനിറ്റ് മുമ്പ്. എന്റെ ഖന്നമോനെ, എന്റെ കാല് മാറ്റ്. മാളിൽ പോയി എനിക്ക് വാങ്ങണം കുറച്ച് സാധനം. കുരങ്ങന്റെ കാല് പിടിച്ചാൽ നഷ്ടപ്പെടും എന്റെ അഭിമാനം. അടികൈ. കാല് തിരുമുന്നോ അതോ അടി വാങ്ങുന്നോ? നീ നന്നായിട്ട് തിരുമ്മി തരുന്നുണ്ട്. അതുകൊണ്ടൊരു ഗിഫ്റ്റ് തരണം. കൊള്ളാം. എനിക്കോ? എടാ, ഗിഫ്റ്റ് നിനക്കല്ല, നീ എനിക്കാണ് തരേണ്ടത്. വാ, ഷോപ്പിങ്ങിന് പോവാം. അവിടെ പോയി എന്ത് വാങ്ങാൻ പോവാണ്? നിങ്ങൾക്കിടാൻ പറ്റുന്ന ചുരിദാറൊന്നും അവിടെ കിട്ടത്തില്ല. എന്നെ കളിയാക്കുന്നവരെ എനിക്കൊട്ടും തന്നെ ഇഷ്ടമല്ല. അങ്ങനെ കളിയാക്കിയാൽ ഞാൻ കൊടുക്കും അവർക്കൊരു 8ന്റെ പണി. പോകാം നമുക്കിപ്പോൾ തന്നെ. ഈ കാർ ഞാൻ ഓടിക്കും. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള പൂർവികന്മാർക്ക് ഒരിക്കലും കാർ ഉണ്ടാവുകയില്ല. നിങ്ങളെ കൊണ്ട് കാളവണ്ടി മാത്രമേ ഓടിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ബുള്ളറ്റ് ട്രെയിനും ചോപ്പറും മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒന്ന് പതുക്കെ പതുക്കെ. കാർ ഇത്രയും വേഗത്തിൽ ഓടിക്കണ്ട. പതുക്കെ പതുക്കെ. രക്ഷപ്പെട്ടു. എന്റെ കാറ്
എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇത്ര വൃത്തികെട്ട വണ്ടി കണ്ടിട്ടേ ഇല്ല. ഈ അവസ്ഥ ഉണ്ടാക്കാൻ കാരണം ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒട്ടും ശരിയല്ല. ഇത് നന്നാക്കാനുള്ള പൈസ ഈ തന്നേക്കണം. എന്നാ, ഇതെന്തോന്നാ ഇത്? പൂർവികരുടെ ആശീർവാദം തന്നെ ഏറ്റവും വലിയ ധനമാണ്. ഇത് വെച്ച് കാറ് നന്നാക്കിക്കോ. ബാക്കിയുള്ള പൈസ മറക്കാതെ എനിക്ക് തന്നേക്കണം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. എടാ ഇതിലെന്തോ പന്തികേടുണ്ട്. എന്ത് കേടുണ്ടെങ്കിലും കുഴപ്പമില്ല, ലേശം അജിനമോട്ടോ ഇട്ടാ മതി. കേടായതെല്ലാം ടേസ്റ്റ് ആയി മാറും. ഇതെന്തായാലും എനിക്ക് അടിപൊളിയായിരിക്കും. ഇരിക്കട്ടെ. ഇതെന്തായാലും കാണാൻ നല്ല രസമുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ഇരിക്കട്ടെ. ലാപ്ടോപ്പ്. ഞാനെന്തായാലും പഴമക്കാരനായ ഒരാളാണ്. പേപ്പറും പേറിയും ഉപയോഗിക്കാൻ അറിയാവൂ. ഈ ലാപ്ടോപ്പ് വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇരിക്കട്ടെ. $10,00,000. ഓ, ഇതെല്ലാം കൂടെ ഇതിനകത്ത് കൊള്ളില്ലെന്നാ തോന്നുന്നത്. ഇത് നീ വെച്ചോ, ഇത് നീ വെച്ചോ, ഇത് നീയും വെച്ചോ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും ബലവാന്മാരായ പിള്ളേരുള്ളപ്പോൾ ഞാൻ ഒരിക്കലും നടന്നു പോകേണ്ട ആവശ്യമേ ഇല്ല. നന്നായി ഒരു മകനെ. ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ചായ കുടിക്കുന്നതും പാല് കുടിക്കുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമുള്ളത് കട്ടൻ ചായയും കടിയുമാണ്. ഇവന് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എനിക്ക് ഉടൻ തന്നെ ഫോൺ ചെയ്യണം. ഇവനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സർ. എവിടെ? അങ്ങയുടെ പുറകിൽ തന്നെ. ഇവന് കള്ളനായ കുരങ്ങനാണ്. ഇപ്രാവശ്യം ഇവൻ ഇവരെയും പറ്റിച്ചിരിക്കുകയാണ്. കേട്ടോളൂ, ആ കുരങ്ങൻ ഒരു കള്ളനാണ്. കണ്ടോ, ഇവനൊരു കള്ള കുരങ്ങനാ. ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം. ഇനി ഒരിക്കലും ഇവൻ ആരെയും പറ്റിക്കാൻ പാടില്ല. ഞങ്ങളെ പറ്റിക്കായിരുന്നു നീ. ഞാൻ ആരെയും പറ്റിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ആഗ്രഹിച്ചാണ് ഇതൊക്കെ വാങ്ങി തന്നത്. പിന്നെ എങ്ങനെ ഇത് പറ്റിക്കലാകും? രക്ഷപ്പെട്ടു. ഹണി, ആ ട്രോളിയെ പിടിക്കേ. ആ ട്രോളിയിൽ വേറെ ആരുടെ സാധനമാണ് ഉണ്ടായിരുന്നത്. ഇന്നാ ഇത് എംറ്റി ആണ്. ഇത് യൂസ് ചെയ്തോളൂ. ഐഡിയ. വേഗം അവന്റെ പുറകെ പോ. തമാശ നിർത്ത്, എന്നിട്ട് അവനെ പിടിക്ക്. എടാ വേണ്ട, അവൻ അതിനകത്തുള്ള കത്രി എടുത്ത് ഇതങ്ങനെ മുറിച്ചു കളഞ്ഞാലോ? കത്രികയോ? എവിടെ? കിട്ടിപ്പോയി. Thank you and bye bye. പറഞ്ഞു കൊടുക്കടാ, എല്ലാവരും പറഞ്ഞു കൊടുക്ക്. വേണമെങ്കിൽ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് കൂടി പറഞ്ഞു കൊടുക്ക്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. അതിന്റെ പാസ്വേഡ് സി പോപ്പട്ടെന്നും പറയില്ല. കേട്ടോളൂ, എന്റെ പക്കൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താ, മനസ്സിലായോ? എന്റെ അടുത്താണോ കളി? ഇന്നാ പിടിച്ചോ.
അടിപൊളി. എന്തായാലും കൊരങ്ങനെ പിടിച്ചു. കൊച്ചളിയൻ എന്തായാലും ഒരു കയ്യടി നമുക്ക് കൊടുക്കണം. വേണ്ട, കയറിന്ന് പിടിവിടരുത്. വേണ്ട. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഈഷ്, ഈ കുറുക്കനെ പിടിച്ചതിൽ സന്തോഷമുണ്ട്. സർക്കാരിന്റെ പാരിതോഷികമായി നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. കൂട്ടുകാരെ, തോറ്റിട്ട് ജയിച്ചവൻ തോൽവിയുടെ വിഷമം മറന്നു. 10 ലക്ഷം കിട്ടിയതോടെ എന്റെ പ്രശ്നങ്ങൾ ഇതോടെ തീർന്നു. അടികൈ. കണ്ണാ സാറേ, ദാ പിടിച്ചോ. ഏയ്,